ഇനി വ്യക്തിയാണ് ദൈവം തന്നെ വിചാരിക്കുക. എന്താ ഇപ്പൊ 2 വ്യക്തികളോ 3 വ്യക്തികളോ 10,000 വ്യക്തികളോ ആയാലുള്ള കുഴപ്പം എന്താ? ഒരേ ഒരു വ്യക്തി മാത്രമാവണം എന്ന് എന്താണ് ഇത്ര ശാഠ്യം? എന്താണ് ആ ശാഠ്യത്തിന്റെ യുക്തി? ഖുർആൻ ആ ശാഠ്യത്തിന് പറയുന്ന യുക്തി ഇതാണ്: 2 എണ്ണം ഉണ്ടായാൽ തല്ലുകൂടുന്ന. നോക്കി നിങ്ങൾ ഒരു ദൈവത്തിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏത് കോലത്തിലാക്കിക്കണം. ഞങ്ങൾ 2 ആളുണ്ടായാൽ ഞങ്ങൾ 2 ആളുണ്ടാക്കിയതും കൊണ്ട് വേറെ പോകും, ഞങ്ങൾ തല്ലൂടും ചെയ്യും. ആരാ പറയണത്? ദൈവം പറയാ, ഖുർആനിലെ ദൈവം. ഇത് ദൈവം പറഞ്ഞതാ. നിങ്ങൾ കോമൺ സെൻസിന്റെ 1% ഉണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി. ഇത് ദൈവം പറഞ്ഞതാ. ദൈവത്തിനെ പറ്റി ഇത്രയും മോശമായിട്ടുള്ള കാര്യം പറയും. ഞങ്ങൾ 2 ആളുണ്ടായാൽ തല്ലുണ്ട ദൈവം പൂവൻ കോഴിയ? വേറൊരു ദൈവത്തിനെ കാണുമ്പോഴേക്ക് തല്ലുവിടാൻ പോവുക? നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ യുഗത്തിലാണ്. നമുക്കിത് വലിയ തമാശയായിട്ട് തോന്നും. പക്ഷെ ഒരു ഗോത്രകാല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോത്രത്തിന് 2 തലവൻ ഉണ്ടാവുക എന്നുള്ളത് അവന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. 2 തലവൻ ഒരു ഗോത്രത്തിൽ ഉണ്ടായാൽ അത് വേണ്ട, 2 ഗോത്രങ്ങൾ അടുത്തടുത്തുണ്ടായാൽ പിന്നെ തല്ലേ ഉള്ളൂ. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് ഈ ഗോത്രങ്ങളൊക്കെ തമ്മിൽ അടിയാ. നമ്മളെ ഹിന്ദു ദൈവങ്ങളെ നോക്ക് നിങ്ങൾ. ഹിന്ദു ദൈവങ്ങളൊക്കെ കയ്യിൽ കത്തിയുമ്പോളും മറ്റേ അമ്പും ബില്ലും കുന്തറണ്ടായിട്ടാണ് നടക്കുന്നത്. കാരണം ഗോത്രകാലത്ത് മനുഷ്യരുടെ യുദ്ധ കഥകളാണ് വികസിപ്പിച്ച് ദൈവകഥകളായിട്ട് മനുഷ്യനുണ്ടാക്കിയത്. മനുഷ്യന്റെ ഭാവനയിൽ ദൈവം വിരിഞ്ഞപ്പോ ആ ദൈവം മനുഷ്യനെ പോലെ കൊച്ചായി എന്നതുകൊണ്ടാണ് ഞങ്ങൾ 2 എണ്ണം ഉണ്ടായാൽ തല്ലുപിടിക്കാളും എന്നൊക്കെ ദൈവം പറഞ്ഞത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു യുക്തിയല്ല. ഇന്നിപ്പോ ലോകത്തെ എത്രയോ സങ്കീർണമായ സംവിധാനങ്ങൾ മനുഷ്യര് സംവിധാനം ചെയ്യുന്നത് ഒരാൾ ഒറ്റക്ക് കുത്തിരുന്നിട്ടല്ല. 10-100 എഞ്ചിനീയർമാർ ഇരുന്നിട്ട് കൂടി ആലോചിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് വലിയ വലിയ ബുർജ് ഖലീഫയൊക്കെ ഉണ്ടാക്കുന്നത്. ഒരാൾ കുത്തിരുന്നിട്ട് അങ്ങ് ഉണ്ടാക്കില്ല. ഇന്ന് ഒരു സംവിധാനത്തിലും അങ്ങനെ ഒരാൾ കുത്തിയിരിക്കുന്ന സംവിധാനമേ ഇല്ല. എല്ലാം ജനാധിപത്യ സംസ്കാരം. ഈ ജനാധിപത്യ സംസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പാണ് ഗോത്ര ദൈവങ്ങൾക്ക് ഒന്നിനെ വേറൊന്നിനെ കണ്ടുകൂടാത്ത അവസ്ഥ ഉണ്ടായത്. അന്ന് മനുഷ്യൻ എഴുതി വെച്ച പൊട്ടത്തരമാണ് പാവം ദൈവത്തെ കൊച്ചാക്കുന്ന ഇത്. ഇനിയിപ്പോ